നടന്നാലും മുതലായില്ലേ? വെൽക്കം ടു മൈ പാരഡൈസ്. എൻ്റെ ഈ കൊച്ചു പരദീസയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നീയില്ല, ഞാനില്ല, നമ്മൾ മാത്രം. സന്തോഷം പടരട്ടെ. അപ്പൊ ഗൈസ്, യാത്രയുടെ അവസാനം നമ്മളിവിടെ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ഷീ ബ്ലോഗ്സിൽ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ക്യാമ്പിന്റെ മറ്റു വിശേഷങ്ങളാണ്. ഇവിടെ നല്ലൊരു കൂൾ വൈബാണ് ഇപ്പോൾ ഉള്ളത്. അട്ടപ്പാടിയുടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരു കൂട്ടം ആളുകളോടൊപ്പം ഒരു ദിവസത്തെ ഒരു ക്യാമ്പിംഗ്, അതും ഇന്നത്തെ ഈ ന്യൂ ഇയർ രാത്രി. ഇവിടെ വന്നപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനം. അപ്പൊ ഗൈസ്, ഞാൻ ഒരാൾ പരിചയപ്പെടുത്താം. ഇതാണ് ക്യാമ്പിന്റെ മറ്റൊരു കോർഡിനേറ്റർ. ചേട്ടൊന്ന് പരിചയപ്പെടുത്തോ? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ചന്ദ്രമോഹൻ. ഇവിടെ എല്ലാവരും സ്നേഹത്തോടെ CM എന്ന് വിളിക്കും. ഞാൻ ഈ ക്യാമ്പിൻ്റെ എല്ലാമാണ്. അപ്പോൾ കുറച്ച് തിരക്കുണ്ട്, പിന്നെ കാണാം. ഓക്കെ. ബ്രോയുടെ പവർ ഒക്കെ ഇല്ലേ? ഫോണൊന്ന് ചാർജിലിടാനായിരുന്നു. പവറൊക്കെ തരാം, റേഞ്ച് മാത്രം ചോദിക്കരുത്. അപ്പൊ ഞാൻ അപ്ലോഡിങ്ങിന് വീട്ടിലെത്തണം. അതല്ലേ സിക, നമ്മുടെ ഈ കൂടലിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ നിമിഷത്തിലെങ്കിലും നമുക്ക് നമ്മളായിട്ട് ജീവിച്ചൂടെ? അല്ലേ? എന്ത് രസല്ലേ. എന്നാലും നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലല്ലേ. താങ്ക്സ്. ഇരിക്കി. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ഈ അട്ടപ്പാടി എന്ന് പറയുന്നതേ ജസ്റ്റ് കണ്ടുപോകാനുള്ള സ്ഥലമല്ല, അതനുഭവിച്ചറിയാനുള്ളത്. ആനമൂളി തുടങ്ങി ആനക്കട്ടി വരെ നീളുന്ന ആർക്കും പിടിതരാത്ത വല്ലാത്തൊരു നാട്. ഇവിടെ ഒരിടത്ത് മഞ്ഞ് പെയ്യുമ്പോൾ മറ്റൊരിടത്ത് വെയിൽ വെട്ടം പരത്തും. തൊട്ടടുത്ത് തകർത്ത് പെയ്യുന്ന മഴയായിരിക്കും. പൊളി വൈബാണല്ലേ. ഞാൻ ഷഹബാസ്, മലപ്പുറത്താ വീട്. ചേച്ചിയോ? അല്ല, പരിചയപ്പെട്ടില്ല. പേര്? വിദ്യ. തൃശ്ശൂർ ചാവക്കാടാണ് വീട്. അക്ഷയ സെന്ററിൽ വർക്ക് ചെയ്യുന്നു. ഇനി എന്തേലും? ഓ, അതാ എത്ര ചൂട്. എന്താ? അല്ല, ഒന്നുമില്ല. അപ്പൊ ശരി, പിന്നെ കാണാം. ഒത്തില്ല. മരം. தமிழ் ப்ரோ, நான் நினச்ச மாதிரி இங்கே വലിയ സംഭവമൊന്നും ഇല്ലേ. ഇത് വന്ന് ഒരു மாதிரி லோக்கல் செட்டப் தான் எனக்கு தோணுதுங்க. ப்ரோக்கு என்ன தோணுதுங்க? மலையாளத்திலே பேசுங்க ப்ரோ, எனக்கு மலையாளம் நல்லா புரியும். ஆமாம் ப்ரோ, என் பெஸ்ட் ஃப்ரெண்டு மலையாளி தான். அப்புறம் இந்த கேம்ப் சூப்பராக தான் ஃபீல் பண்ணுறோம். இந்த மாதிரி ஒரு இடம் தான் நான் தேடிட்டு இருந்தேன் ப்ரோ. Hi. I'm Adarsh from UK. சிவா from Trichy. Oh, தமிழா? പേടിക്കണ്ട, പുള്ളിക്ക് മലയാളം അറിയാം. உங்கள் மனசில் காதலாக ஏற்பட்ட பெரிய காயம் இருக்கு. அந்த வலி இங்கே தெரியுது. എന്ത് വലി ബ്രോ? எப்படி ப்ரோ? எல்லாம் சரியாயிடும். அப்போ பை. ഞാൻ കാണാം ബ്രോ. ഡിയർ മെമ്പേഴ്സ്, വരൂ, നമുക്കൊന്ന് ഒരുമിച്ച് കൂടാം. ഇന്നൊരു ദിവസമാണുള്ളത്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കൂ. പെട്ടെന്നാവട്ടെ, വേഗം വരൂ, വന്നിരിക്കൂ. ഹായ് ഓൾ, മൈസെൽഫ് ബോബി.
അപരിചിതത്തിന്റെ ആകാശത്ത് സൗഹൃദത്തിന്റെ നക്ഷത്രങ്ങൾ വിരിയുന്ന ആൽക്കെമിയാണ് കൂടലിനൊപ്പമുള്ള ഈ കൂടിച്ചേരൽ. ഇന്നത്തെ ഓർമ്മകളാവണം നാളെ നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ട ഊർജം. ഏതോ ഒരു നല്ല നിമിഷത്തിൽ ഈ കൂടലിനെ കുറിച്ച് എവിടെ നിന്നോ അറിഞ്ഞ് ഏതൊക്കെയോ നാടുകളിൽ നിന്ന് വന്നു ചേർന്ന നിങ്ങളൊക്കെ ഈ സമയം ഒരു കുടുംബമാവുകയാണ്. ഈ ക്യാമ്പ് കഴിഞ്ഞ് പിരിഞ്ഞാലും പിരിയാൻ പറ്റാത്ത ഒരു ബോണ്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ അവശേഷിച്ചിരിക്കുന്നു. ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന അനുഭവങ്ങളെ നമ്മുടെയൊക്കെ ഈ കുഞ്ഞു ജീവിതത്തിലെ വലിയ വലിയ പാഠങ്ങളാക്കി മുന്നോട്ട് പോകാൻ സാധിക്കണം. അപരിചിത മുഖങ്ങളിൽ പരിചിതത്തിന്റെ പുഞ്ചിരി വിരിയിക്കുന്ന മാജിക് മൊമെന്റ്സ് ആവണം ഈ കൂടൽ. ജീവിതം എന്ന നാടകത്തിലെ സന്തോഷങ്ങളും വിഷമങ്ങളും തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മളെ കണ്ടെത്തുന്ന അപൂർവ നിമിഷങ്ങളാണിത്. മനസ്സിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ സങ്കടങ്ങളും കെട്ടഴിച്ചുവിട്ട് ടേക്ക് വിത്ത് യു ദ മാജിക് ഓഫ് വൈൽഡ്നെസ് ആൻഡ് ബിഹൈൻഡ് ഓൺലി ട്രൈസസ് ഓഫ് യുവർ ഹാപ്പിനെസ്. മെമ്പേഴ്സും വന്ന സ്ഥിതിക്ക് നമുക്ക് തുടങ്ങാം. അതിന് മുമ്പ് ഒരു മിനിറ്റ്. ബ്രോ, ഈ മെന്റലിസം പഠിക്കാന്നുള്ളതേ ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്. പിന്നെ ഡിയേഴ്സ്, നമുക്കൊരു സെൽഫ് ഇൻട്രൊഡക്ഷനിൽ തന്നെ തുടങ്ങാം. ഇവിടെ ഔപചാരികതയുടെ അതിർവരമ്പുകളില്ല, ഔചിത്യത്തിൻ്റെ മുഖംമൂടികളില്ല, നിബന്ധനകളോ നിർബന്ധങ്ങളോ ഇല്ല. നമ്മളെപ്പറ്റി വാക്കാലോ വാക്കുകളാലോ വർണ്ണിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. കൂട്ടത്തിൽ മുതിർന്ന ആളെന്ന നിലയ്ക്ക് ഞാൻ തന്നെ തുടങ്ങാം. ഞാൻ ശ്രീധരമേനോൻ. ഇതെൻ്റെ ഭാര്യ ഇന്ദിര. സ്വദേശം പാലക്കാടാണ്. 4 മക്കൾ. ഞാനൊരു പട്ടാളക്കാരനായിരുന്നു. നല്ല സമയത്ത് കുടുംബത്തിന് വേണ്ടി ഓടി നടന്ന് ജീവിക്കാൻ മറന്നു. സത്യം പറഞ്ഞ പുള്ളിക്കാരൻ്റെ റിട്ടയർമെന്റിന് ശേഷമാണ് ഞങ്ങൾ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഇതുപോലുള്ള ക്യാമ്പുകളും യാത്രകളും ഒക്കെ തേടി പിടിച്ച് ഞങ്ങൾ പോകാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നു ഇനിയാണ് ഞങ്ങളുടെ യൗവനകാലം ആരംഭിക്കുന്നത്. ഹായ്, ഐ സ്വരൂപ്. ആലപ്പുഴ ചേർത്തലയാണ് എൻ്റെ വീട്. കുട്ടിക്കാലം മുതലേ ഞാൻ യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അന്നൊക്കെ പഠിത്തം, അത് കഴിഞ്ഞ് ജോലി, പിന്നെ വിവാഹം, കുടുംബം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പോലെ ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെ മാറ്റി വെക്കുമായിരുന്നു. പക്ഷേ എൻ്റെ സമയം തീരാറായി എന്നറിയുന്ന ഈ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞാൻ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ തേടി പിടിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി സ്വരൂപ് കീമോ ട്രീറ്റ്മെൻറ്റിലാണ്. അസുഖം കണ്ടെത്തിയത് ലാസ്റ്റ് സ്റ്റേജിൽ. ഡോക്ടർമാർ വിധി കൽപ്പിച്ചത് 3 മാസം. പക്ഷേ മനോധൈര്യം കൈവിടാതെ സ്വന്തം വിധിയോട് പോടാ പുല്ലേ എന്നും പറഞ്ഞ് 2 വർഷത്തിനിപ്പുറവും സ്വരൂപ് നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ഇത്തരം കൂടലുകളാണ് അവൻ്റെ ട്രീറ്റ്മെൻറ്റ്. നമ്മളൊക്കെയാണ് അവൻ്റെ ഏറ്റവും വലിയ മെഡിസിൻ. ട്രാൻസ് വുമൺ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഹോം ടൗൺ കാലിക്കറ്റ്. ഒരുപാട് കൈപ്പേറിയ ജീവിതാനുഭവത്തിൽ ഒരിത്തിരി ആശ്വാസം കണ്ടെത്താനാണ് ഞാനിവിടെ എത്തിയത്. അത് ഈ കൂടുതൽ നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ക്യാമ്പിൽ എനിക്ക് കിട്ടിയ ഫസ്റ്റ് ഹാപ്പിനെസ് ഇവിടെ വെച്ചെൻ്റെ കൂട്ടുകാരികളായ ലൈലയും നിമ്മിയും 1 വർഷത്തിന് ശേഷം സർപ്രൈസായി മീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ആഹാ, അത് കൊള്ളാലോ. ഇതിപ്പോ ഞങ്ങൾക്ക് സർപ്രൈസ് ആയല്ലോ. നല്ലൊരു കൈ കൊടുക്കാം. ഇങ്ങനെയുള്ള ചില അവിചാരിതമായ കണ്ടുമുട്ടലുകളും ഇത്തരം ക്യാമ്പുകളുടെ ഭാഗമാണ്.